പത്തനംതിട്ട ചിറ്റാറിലെ യുവാവിന്റെ ദുരൂഹ മരണത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച സന്ദീപിന് അടുപ്പമുണ്ടായിരുന്ന യുവതിയുടെ ബന്ധുക്കളെയാണ് ചിറ്റാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് നായാട്ട് സംഘം ഉപയോഗിക്കുന്ന നാടൻ തോക്കടക്കമുള്ള ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. സന്ദീപ് മർദ്ദനമേറ്റാണ് മരിച്ചത് എന്ന് അച്ഛൻ സദാനന്ദൻ ആരോപിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെ വീടിന് സമീപമുള്ള കുഴിയിൽ നിന്നും സന്ദീപിനെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി സന്ദീപിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പ്രദേശവാസിയായ മറ്റൊരു യുവതിയുമായി സന്ദീപിന് അടുപ്പമുണ്ടായിരുന്നെന്നും ഈ യുവതിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിച്ചു. സംശയമുള്ള കാരണം ഈ പെണ്ണ് നേരത്തെ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, അവനെ ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തരും ഇതിനെ കൊല്ലൊന്നൊക്കെ പറഞ്ഞ് എന്നോടല്ല പറഞ്ഞു, അവനായൊന്നും പറയല്ലേ. ഈ ഞങ്ങളുടെ വീട്ടിൽ പറയാൻ വന്ന് ഇവനവിടെ കിടക്കുന്ന പറയാൻ വന്നവർ കണ്ടെന്ന് എന്നോട് പറഞ്ഞു. 2 പേരെ ഇവൻ കിടന്നിടത്തുനിന്ന് കയറി വന്ന് പോകുന്ന കണ്ടെന്നു. മുഖത്തൊക്കെ പാടുണ്ട്, നെറ്റിക്കൊക്കെ നല്ല പാടാണ്, നെറ്റിയുടെ ഇവിടെ. പിന്നെ ഇന്നാരണ്ട് പറഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എടുത്തവരാരണ്ട് പറഞ്ഞ് നടുവിന് കമ്പിക്ക് അടിച്ചതിൻ്റെ കൂട്ടുള്ള പാടമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സംഭവത്തിൽ യുവതിയുടെ അച്ഛനുൾപ്പെടെ 3 പേരെ ചിറ്റാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇവരെ പ്രതി ചേർത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. കസ്റ്റഡിയിലെടുത്തവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും നായാട്ട് സംഘത്തിന്റേതായ തോക്കും ആയുധങ്ങളും കണ്ടെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 ആംസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പ്രതികൾക്ക് നായാട്ട് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് നിഗമനം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ മേൽനോട്ടത്തിൽ സന്ദീപിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.